പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3യുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് ഇവിടെ പറയുന്നത്. പാലിലെ പ്രധാന ഘടകം ഏത്? വാട്ടർ. പാലിലെ പ്രധാന കാർബോഹൈഡ്രേറ്റ് ഏത്? ലാക്ടോസ്. കൗ മിൽക്കിലെ ശരാശരി ഫാറ്റ് ശതമാനം 3.5 മുതൽ 4%. ബഫല്ലോ മിൽക്കിലെ ഫാറ്റ് ശതമാനം 6 മുതൽ 7% വരെ. കൗ മിൽക്കിലെ SNF ശതമാനം 8 മുതൽ 9% വരെ. ബഫല്ലോ മിൽക്കിലെ SNF ശതമാനം 9 മുതൽ 10% വരെ. മിൽക്ക് pH ശരാശരി 6.6 മുതൽ 6.8 വരെ. പാലിൻ്റെ നിറം വെള്ളയായത് എന്തുകൊണ്ട്? കെയ്സിൻ പ്ലസ് ഫാറ്റ് പ്രകാശം ചിതറിക്കുന്നതിനാൽ. ദേശീയ പശുവിൻ്റെ പാലിന് മഞ്ഞ നിറം ലഭിക്കുന്നത് എന്തുകൊണ്ട്? ബീറ്റ കരോട്ടിൻ. സ്കിമ്മിഡ് മിൽക്ക് ഫാറ്റ് ശതമാനം എത്ര? 0.5%. 0.5%-ൽ താഴെ. ടോൺഡ് മിൽക്ക് ഫാറ്റ് ശതമാനം 3%. ഡബിൾ ടോൺഡ് മിൽക്ക് ഫാറ്റ് ശതമാനം 1.5%. ഫുൾ ക്രീം മിൽക്ക് ഫാറ്റ് ശതമാനം 6%. പാലിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് -0.55 ഡിഗ്രി സെൽഷ്യസ്. പാലിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസിന് കുറച്ച് മുകളിൽ. ടോട്ടൽ സോളിഡ് എന്നത് ഫാറ്റ് പ്ലസ് SNF. പാലിൻ്റെ ഡെൻസിറ്റി 1.028 മുതൽ 1.032 ഗ്രാം പെർ മില്ലി. ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തളക്കാൻ? ഡെൻസിറ്റി ഓഫ് മിൽക്ക്. സോർ മിൽക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ലാക്റ്റിക് ആസിഡ് രൂപപ്പെടുന്നതിനാൽ. പാലിലെ പ്രോട്ടീൻ വിഭാഗങ്ങൾ കെയ്സിൻ പ്ലസ് വേ. ഇനി പാസ്ചറൈസേഷൻ ആൻഡ് പ്രോസസ്സിംഗ്. 21ാമത്തെ ക്വസ്റ്റ്യൻ. HTST പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ 72 ഡിഗ്രി സെൽഷ്യസ്. HTST ഹോൾഡിംഗ് ടൈം 15 സെക്കൻഡ്. LTLT ടെമ്പറേച്ചർ 63 ഡിഗ്രി സെൽഷ്യസ്. LTLT ഹോൾഡിംഗ് ടൈം 30 മിനിറ്റ്സ്. പാസ്ചറൈസേഷൻ പ്രധാന ലക്ഷ്യം പാത്തോജനിക് ബാക്ടീരിയ നശിപ്പിക്കൽ. HTST ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം വേഗവും ഗുണനിലവാരവും. UHT ടെമ്പറേച്ചർ റേഞ്ച് 135 മുതൽ 150 ഡിഗ്രി സെൽഷ്യസ് വരെ. UHT ഹോൾഡിംഗ് ടൈം 2 മുതൽ 5 സെക്കൻഡ്. UHT മിൽക്ക് ഷെൽഫ് ലൈഫ് 3 മുതൽ 6 മാസം വരെ. ഹോമോജനൈസേഷൻ എന്തിന്? ഫാറ്റ് ഗ്ലോബുലസ് ചെറിയതാക്കാൻ. ഹോമോജനൈസേഷൻ പ്രഷർ 1500 മുതൽ 2500 PSI. ക്രീം ലൈൻ ഒഴിവാക്കുന്നത് ഏത് പ്രോസസ്? ഹോമോജനൈസേഷൻ. പാസ്ചറൈസേഷൻ വികസിപ്പിച്ചതാര്? ലൂയി പാസ്റ്റർ. ഫ്രഷ് മിൽക്ക് ചില്ലിംഗ് ടൈം ലിമിറ്റ് 3 മണിക്കൂറിനകം 4 ഡിഗ്രി സെൽഷ്യസിലേക്ക്. റിസപ്ഷൻ ടെമ്പറേച്ചർ ഓഫ് മിൽക്ക് 4 ഡിഗ്രി സെൽഷ്യസ്. MBRT ഫുൾഫോം മെഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. MBRT ഉപയോഗിച്ച് കണ്ടെത്തുന്നത് മൈക്രോബിയൽ ക്വാളിറ്റി. MBRTയിൽ കളർ വേഗത്തിൽ പോകുന്നത് എന്താണെന്ന് സൂചിപ്പിക്കുന്നു? ഹൈ ബാക്ടീരിയൽ ലോഡ്. COV ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് അവസ്ഥ? അസിഡിറ്റി കൂടുതലാണ്. അസിഡിറ്റി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഡിഗ്രി ഡോർണിക്. വാട്ടർ അഡൾട്ടറേഷൻ കണ്ടെത്താൻ ലാക്ടോമീറ്റർ റീഡിംഗ്. പാലിൽ വെള്ളത്തിൻ്റെ അളവ് കണ്ടെത്താനാണ് ലാക്ടോമീറ്റർ റീഡിംഗ് നോക്കുന്നത്. സ്റ്റാർച്ച് ടെസ്റ്റ്. പാലിലെ സ്റ്റാർച്ച് ടെസ്റ്റ് നടത്തുന്നത് അയഡിൻ ടെസ്റ്റാണ്. ഷുഗർ ടെസ്റ്റ്. സെലിവനോഫ് ടെസ്റ്റ്. പാലിൽ പഞ്ചസാരയുടെ ഗുണനിലവാരങ്ങൾ പരിശോധിക്കാനാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. ഫോർമാലിൻ ടെസ്റ്റ്. ക്രോമോട്രോപിക് ആസിഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ടെസ്റ്റ്. പാരാഫിനാലിൻ ഡയാമിൻ. ന്യൂട്രലൈസർ ടെസ്റ്റ്. റോസാലിക് ആസിഡ് ടെസ്റ്റ്.
ആസിഡിനെ നിർവീര്യമാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണിത്. പ്ലാറ്റ്ഫോം ടെസ്റ്റ് എന്തല്ല? സ്മെൽ, ടേസ്റ്റ്, അപ്പിയറൻസ്, ടെമ്പറേച്ചർ. മാസ്റ്റൈറ്റിസ് ഡിറ്റക്ഷൻ, CMT, കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ്. പശുക്കളിൽ ഉണ്ടാകുന്ന അകിടുവീക്കവുമായി ബന്ധപ്പെട്ട ഒരു ടെസ്റ്റാണിത്. ഫ്രഷ് മിൽക്ക് സ്മെൽ, പ്ലസന്റ്, നോ ഫൗൾ ഓർഡർ, ഹൃദ്യവും ദുർഗന്ധം ഇല്ലാത്തതുമായിരിക്കും. ഗുഡ് മിൽക്ക് അസിഡിറ്റി പെർസെൻറ്റ് 0.14 മുതൽ 0.17% വരെ. മിൽക്ക് പ്രോഡക്ട്സ്. കേട് കൾച്ചർ ബാക്ടീരിയ ലാക്ടോബാസിലസ്. ബട്ടർ ഫാറ്റ് ശതമാനം 80%. ഗീ തയ്യാറാക്കുന്നത് എങ്ങനെ? ബട്ടർ ഹീറ്റ് ചെയ്ത്. പനീർ പ്രിപ്പറേഷൻ ടെമ്പറേച്ചർ 82 മുതൽ 85 ഡിഗ്രി സെൽഷ്യസ് വരെ. പനീർ ഫാറ്റ് ശതമാനം ഡ്രൈ ബേസിസ് 50%. ഐസ്ക്രീം മിനിമം ഫാറ്റ് ശതമാനം 10%. SMP ഫുൾ ഫോം സ്കിംഡ് മിൽക്ക് പൗഡർ. WMP ഫുൾ ഫോം ഹോൾ മിൽക്ക് പൗഡർ. ചീസ് മേക്കിംഗ് പ്രോസസ് കൊയാഗുലേഷൻ, ഫെർമെൻറ്റേഷൻ. ഇനി 60. ബട്ടർ മിൽക്ക് കിട്ടുന്നത് ബട്ടർ ചേൺ ചെയ്ത്. കണ്ടൻസ്ഡ് മിൽക്ക് എന്താണ്? മിൽക്ക്, ഷുഗർ, വാട്ടർ റിഡക്ഷനും ചേർന്നതാണ് കണ്ടൻസ്ഡ് മിൽക്ക്. യോഗർട്ട് ബാക്ടീരിയ ലാക്ടോബാസിലസ്, സ്ട്രെപ്റ്റോകോക്കസ്, തെർമോഫിലസ്. UHT മിൽക്ക് സ്പോയിലാകാൻ വൈകുന്നത് എന്തുകൊണ്ട്? സ്റ്റെറിലൈസേഷൻ, അസെപ്റ്റിക് പാക്കിംഗ്. ക്രീം സെപ്പറേറ്റർ പ്രിൻസിപ്പിൾ. സെൻട്രിഫുഗൽ ഫോഴ്സ്. 65. ക്വസ്റ്റ്യൻ. മിൽമ ഫുൾ ഫോം കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. TRCMPU ഫുൾ ഫോം തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. TRCMPU ഉൾപ്പെടുന്ന ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട. മിൽമ സംസ്ഥാന ആസ്ഥാനം തിരുവനന്തപുരം. TRCMPU ഹെഡ് ഓഫീസ് പട്ടം. TRCMPU പ്രധാന ഡയറി പ്ലാന്റ് അമ്പലത്തറ ഡയറി. മിൽമ സ്ഥാപിതമായ വർഷം 1980. മിൽമ ബ്രാൻഡ് നെയിം നൽകിയിരിക്കുന്നത് KCMMF. മിൽമ പ്രധാന പ്രോഡക്ട്സ് മിൽക്ക്, കേർഡ്, ബട്ടർ, ഗീ, പനീർ, ഐസ്ക്രീം. മിൽക്ക് പ്രോക്യൂർമെന്റ് ചെയിൻ ഫാർമർ, സൊസൈറ്റി, BMC, പ്ലാന്റ്, ഡിസ്ട്രിബ്യൂഷൻ. സൊസൈറ്റിയിൽ നടത്തുന്ന പ്രൈമറി ടെസ്റ്റ് ഫാറ്റ് ആൻഡ് SNF ടെസ്റ്റ്. ട്രാൻസ്പോർട്ട് ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെ. BMC ഫുൾ ഫോം ബൾക്ക് മിൽക്ക് കൂളർ. ചില്ലിംഗ് സെന്റർ ഫംഗ്ഷൻ മിൽക്ക് 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കൽ. ഡയറി പ്ലാന്റ് മെയിൻ സെക്ഷൻ റിസപ്ഷൻ, പ്രോസസ്സിംഗ്, പാക്കിംഗ്, സ്റ്റോറേജ്. സ്റ്റാൻഡേർഡ് മിൽക്ക് ക്യാൻ കപ്പാസിറ്റി 40 ലിറ്റർ. 81. കൗ ജസ്റ്റേഷൻ പീരീഡ് പശുവിൻ്റെ ഗർഭകാലഘട്ടം എത്ര? 280 ഡേയ്സ്. ബഫല്ലോ ജസ്റ്റേഷൻ പീരീഡ് 310 ഡേയ്സ്. 81. മാസ്റ്റൈറ്റിസ് എന്താണ്? അഡർ ഇൻഫെക്ഷൻ. ഇത് അകിടുവീക്കം മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. മാസ്റ്റൈറ്റിസ് ബാക്ടീരിയ സ്റ്റെഫിലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്. ഹൈ ഈൽഡിംഗ് ഫോറിൻ ബ്രീഡ് ഹോൾസ്റ്റൈൻ ഫ്രിഷൻ. ഹൈ ഈൽഡിംഗ് ഇന്ത്യൻ ബ്രീഡ് ഗിർ, സഹിവൽ. ക്രോസ് ബ്രീഡ് എക്സാമ്പിൾ ജേഴ്സി, ഇൻഡോ ലോക്കൽ. കൗ ഡെയിലി മിൽക്ക് ഈൽഡ് 6 മുതൽ 12 ലിറ്റർ വരെ. ബഫല്ലോ ഈൽഡ് 8 മുതൽ 15 ലിറ്റർ വരെ. കാഫ് ആദ്യ ഭക്ഷണം കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ പ്രാധാന്യം ഇമ്മ്യൂണിറ്റി നൽകുന്നു. പ്രധാന കൗ ഫീഡ്സ് ഗ്രീൻ ഫോഡർ, ഡ്രൈ ഫോഡർ, കോൺസെൻട്രേറ്റ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പ്രയോജനം കൃത്രിമ ബീജസങ്കലനത്തിൻ്റെ പ്രയോജനമാണ്. ബെറ്റർ ജെനറ്റിക്സ്. ഹീറ്റ് ഡിറ്റക്ഷൻ സയൻസ് റെസ്റ്റ്ലെസ്, ബിലോവിംഗ്, മൗണ്ടിങ്. സൈലേജ് എന്താണ്? ഫെർമെന്റഡ് ഗ്രീൻ ഫോഡർ. ഇനി മെഷീനറിയെയും എക്യുപ്മെന്റിനെയും കുറിച്ചാണ്.
പാസ്ചറൈസർ ടൈപ്പ് കോമൺലി യൂസ്ഡ്, പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹോമോജനൈസർ ഫംഗ്ഷൻ, പാക്ട് ഗ്ലോബുലസ് ചേർക്കാവുന്നു. ക്രീം സെപ്പറേറ്റർ പ്രിൻസിപ്പിൾ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. BMC ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ്. 100ാമത്തെ ക്വസ്റ്റ്യൻ. മിൽക്ക് പമ്പ് ഫംഗ്ഷൻ, മിൽക്ക് ട്രാൻസ്ഫർ. മിൽക്ക് ഫിൽറ്റർ പർപ്പോസ്, ഇമ്പ്യൂരിറ്റീസ് നീക്കുന്നു, മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. CIP ഫുൾ ഫോം, ക്ലീനിങ് ഇൻ പ്ലേസ്. CIP കെമിക്കൽ, കാസ്റ്റിക് പ്ലസ് ആസിഡ് പ്ലസ് ഹോട്ട് വാട്ടർ. മിൽക്ക് ടാങ്കർ, ഇൻസുലേറ്റഡ് വെഹിക്കിൾ ഫോർ മിൽക്ക് ട്രാൻസ്പോർട്ട്. ഫ്രഷ് മിൽക്ക് ടേസ്റ്റ്, സ്ലൈറ്റ്ലി സ്വീറ്റ്. മിൽക്ക് സ്പോയിൽ ആകാനുള്ള പ്രധാന കാരണം ഹൈ ബാക്ടീരിയൽ ആക്ടിവിറ്റി. മിൽക്ക് ടെസ്റ്റ് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. കൂളിംഗ് എഫിഷ്യൻസി ഏത് കാരണത്തെ ആശ്രയിച്ചിരിക്കുന്നു? അജിറ്റേഷൻ, ടെമ്പറേച്ചർ ഡിഫറൻസ്. മിൽക്ക് ഫോം കൂടുതലാകുന്നത് എന്തുകൊണ്ട്? ഓവർ അജിറ്റേഷൻ. കേസിൻ പെർസെൻറ്റേജ് ഇൻ മിൽക്ക് -3%.